ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഹാഫ് ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പോൾ വെളുത്തു രാവിലെ തന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ട്, കുറച്ചധികം തുണികളൊക്കെ ഉണ്ട് കേട്ടോ അലക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം മെഷീനിൽ കൊണ്ടിട്ടു കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളുണ്ടായിരുന്നു മെഷീനിൽ അലക്കാൻ പറ്റാത്തത്, അത് വേറെ മാറ്റിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മളൊന്നും കല്ലിലാണ് അലക്കാറുള്ളത്, മെഷീനിൽ പുതിയ ബെഡ്ഷീറ്റുകളൊക്കെ അലക്കാറുള്ളത്. അപ്പോൾ കുറച്ചധികം തുണികളൊക്കെ ഉണ്ടായതുകൊണ്ട് ചുറ്റിട്ട് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുത്തന്നെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് മെഷീനിലേക്ക് ഇട്ടതാണ്. ബാക്കി കുറച്ച് തുണികളുണ്ടായിരുന്നു, നമ്മൾ സോപ്പ് പൊടിയിലൊന്ന് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് വൈറ്റും അതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് സോപ്പ് പൊടിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ നമ്മളത് ഇട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറി അതുപോലെ തന്നെ ഓട്ടയപ്പം അങ്ങോട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഈസി കടലക്കറിയാണ്. അതിലേക്കൊരു ഉള്ളി, തക്കാളി, പച്ചമുളക്, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ഗ്യാസ് സ്റ്റൗവിൽ. അതുപോലെ തലേ ദിവസം പച്ചരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കഴുകി കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കാൻ നല്ല അപ്പത്തിനൊക്കെ സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒട്ടും കയറാൻ പാടില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് അരഞ്ഞു വരാനായിട്ട് കുറച്ച് പാടും കേട്ടോ. ഞാൻ ഒഴിച്ചതിൽ കുറച്ച് വെള്ളം കൂടി പോയിട്ടോ. ഞങ്ങളൊന്ന് വാർത്തെടുത്തു കേട്ടോ. അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടി വെച്ച് കല്ലുപ്പാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് ഞാൻ തീ കൂട്ടിയെടുത്തു കേട്ടോ. അടുപ്പിൽ മൺചട്ടിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മളവിടെയൊക്കെ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാവ് നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങയില്ല കേട്ടോ, അവിടെ മുറിച്ച തേങ്ങ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് ചെറിയ ഇതിലേക്ക് ഇട്ടെന്ന് വിചാരിച്ചു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇത് ഓരോ തവിയായിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് കുറച്ച് ജീരകവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ അതുകൂടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കടലക്കറിയും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണൊക്കെ തണുപ്പായതുകൊണ്ട് തന്നെ നന്നായി കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണൊക്കെ വിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടി ചേർത്തെടുത്തിട്ട് ലാസ്റ്റ് എടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ച് പയറുണ്ടായിരുന്നു, ഉപ്പ കടയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലതൊക്കെ നോക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞല്ലോ കട്ട പിടിച്ചതുകൊണ്ട് തന്നെ പറഞ്ഞെടുക്കാനായിട്ട് കുറച്ച് റിസ്ക്. അതിലേക്ക് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ പാലയുടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്ത് പയറുകൂടി വേഗം കൊടുക്കും. ഏകദേശം നമുക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചൂടൊക്കെ വെച്ചിട്ട്
ആവിയിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടാണ് മൂടി വെക്കുന്നത്. ജസ്റ്റ് മൂടി വെക്കും. നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിലൊക്കെ. മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറി വയ്ക്കാനായിട്ട് ഒരു 4 തക്കാളിയും 4 പച്ചമുളകാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പെരുങ്കുളം സ്റ്റൈലിലൊരു മീൻ കറിയാണ് കേട്ടോ ഇത് പറയാറുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മളത് മീനൊന്ന് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. 2 കൊച്ചുള്ളിയും 4 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടോ, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കും വേണം. അതുപോലെ തന്നെ മുറിച്ച് വെച്ച് മീൻ കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊന്ന് ഒഴിക്കുകയാണ് കേട്ടോ അതിലേക്ക്. അതൊന്ന് അപ്പോൾ ബാക്കി കുറച്ച് മീൻ കൂടി ഉണ്ടായിരുന്നു. അത് നമ്മളൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പും മീനും കൂടി ഇട്ടിട്ട് നല്ല പച്ചയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. അയലമീൻ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. വെച്ചിട്ട് നമുക്ക് ദിവസം കാരക്കേട് ഒഴിക്കുമ്പോൾ മീൻകറി ഒഴിക്കുമ്പോൾ വറുത്തത് കുറച്ച് കറിവേപ്പില ഇതിന് വെള്ളം കൊടുക്കുക. മീൻകറി തിരിച്ചിട്ട് കൊടുക്കുക. ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് മരിച്ചെടുക്കണമെന്ന് ഇഷ്ടമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചെടുക്കുന്നത് നന്നായിട്ട് മരിച്ചിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ ടേസ്റ്റ് എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ അതിനോട് നമ്മൾ ചോറും കൂടി ഒന്ന് വാർത്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മീൻകറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.